ഈവനിംഗ് ഡിബേറ്റിന് പോകുന്നത് യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ പിടിയിലായ സംഭവവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും വിഷയങ്ങളിലേക്കുമാണ്. പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ പി.കെ. ബുജൈറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി മേഘ മാധവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ, ഈ പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ പിടിയിലാകുന്ന സാഹചര്യം, അതിനുശേഷം പോലീസിനെ അയാൾ മർദ്ദിക്കുന്നത്, ഇപ്പോൾ അയാൾ റിമാൻഡിലായിരിക്കുന്നു. ഈ വിഷയത്തിൽ പി.കെ. ഫിറോസ് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. താനും സഹോദരനും 2 വ്യക്തികളാണ്, അതുകൊണ്ട് തൻ്റെ സഹായങ്ങളൊന്നും സഹോദരന് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശദീകരണവും എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എന്തൊക്കെ സമഗ്ര വിവരങ്ങൾ? അതായത് ഇന്നലെ വൈകിട്ട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പതിമംഗലം സ്വദേശിയും യൂത്ത് ലീഗ് നേതാവ് കൂടിയായ ഫിറോസിന്റെ സഹോദരനാണ് പി.കെ. ബുജൈർ. ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നു. ഇതേ തുടർന്നാണ് കുന്നമംഗലം പോലീസ് ഇയാളുടെ ഇരുചക്ര വാഹനം പരിശോധിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. വാഹനം പരിശോധിക്കാനുള്ള പോലീസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇയാൾ പോലീസിനോട് ചൂടാവുകയായിരുന്നു. അതിന് പിന്നാലെ പ്രകോപിതനായി പോലീസുകാരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സിവിൽ പോലീസ് ഓഫീസറായ അജീഷിനെ മുഖത്ത് അടിക്കുകയും നെഞ്ചിൽ പിടിച്ച് തള്ളി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയും ചെയ്തു. പരിക്കേറ്റ CPO അജീഷ് സമീപ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യവും ഉണ്ടായി. ഇയാളുടെ പക്കൽ നിന്ന് ലഹരിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക ചെയ്തതിനാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോടതി 14 ദിവസത്തേക്ക് ബുജൈറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഈ കേസിലേക്ക് എത്തുന്നത്, ഈ ലഹരി ഇടപാട് കേസിൽ നേരത്തെ ഒരു ചുലാംവയൽ സ്വദേശിയായ റിയാസിനെ പിടികൂടിയിരുന്നു. ഈ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് ലഹരി ഇടപാടിലെ യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിന്റെ സഹോദരനുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന വിവരം പോലീസിനോട് ഇയാൾ പറയുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതിന് പിന്നാലെ അല്പസമയം മുൻപ് പി.കെ. ഫിറോസ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പി.കെ. ഫിറോസ് പറയുന്ന കാര്യം എന്നത്, അദ്ദേഹത്തിന്റെ അനിയൻ ഒരു വ്യക്തിയാണ്, താൻ ഒരു വ്യക്തിയാണ്. അനുജൻ ചെയ്ത പ്രശ്നത്തിന്, സഹോദരൻ ചെയ്ത കുറ്റത്തിന് തന്നെ എന്തിനാണ് കുരിശിലേറ്റുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ആരും അദ്ദേഹത്തെ കുരിശിലേറ്റിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ലഹരി കേസിൽ പിടിയിലായത് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് സത്യവും. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പിടിയിലായത്. അതേ പറഞ്ഞിട്ടുള്ളൂ. പി.കെ. ഫിറോസിൻ്റെ പങ്കിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പിടിയിലായത് എന്ന വസ്തുത അറിയിക്കുക മാത്രമാണ് ചെയ്തത്. എന്തെങ്കിലും സമഗ്ര വിവരങ്ങൾ നൽകിയ അത് മേഘ മാധവനാണ്.